ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ മാങ്ങ എടുത്ത് വാങ്ങിയേ പഴുത്തത് പച്ചയല്ലേ ആ കോക്കയിൽ കിടക്കുന്നത് വാ morning. Good morning, ma'am. Okay, good morning. തുടങ്ങാമോ? അപ്പൊ ഇന്ന് നമുക്ക് 1.5 മണിക്കൂർ ക്ലാസ് ഉള്ളൂ കേട്ടോ. 2 മണിക്കൂർ ക്ലാസ് ഇല്ല, 1.5 മണിക്കൂർ ഉള്ളൂ. 1.5 മണിക്കൂർ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, 1.5 മണിക്കൂർ ഉണ്ടാവുള്ളൂ. 12 മണിയാവുമ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ എല്ലാവരും? ആ ഓക്കെ. പിന്നെ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? പൂക്കളൊക്കെ ഇട്ടോ എല്ലാവരും? പൂക്കളം ഇട്ടില്ലേ? ഇട്ടു. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുക്കാണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ആ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ഭാഗമാണ് അല്ലെ. നമ്മള് 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. 5 പേരുടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ബേസിക് സ്കിൽസ് ആണ് അല്ലെ. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോലികൾക്ക് വേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ബേസിക് സ്കില്ലുകൾ ഏതൊക്കെയാണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിനകത്ത് ഏകദേശം 10 പോയിന്റുകൾ ഉണ്ട്. ഏകദേശം 10 പോയിന്റുകളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ ആ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം. നമ്മൾ അതിനകത്ത് 5 പോയിന്റ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. 5 പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെ. ഒരു നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളാണ് ഈ പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകള്. പിന്നെ രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ്. മൂന്നാമത്തത് ഓർഗനൈസേഷണൽ സ്കിൽസ്. നാലാമത്തത് ടെക്നോളജി സ്കിൽസ്. അഞ്ചാമത്തത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഇനി ബാക്കിയുള്ള പോയിന്റുകൾ കൂടെ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ് അല്ലെ. എന്താണ് പ്രോബ്ലം? അത് പറഞ്ഞു അല്ലെ. പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആറാമത്തെ പോയിന്റ് കേട്ടോ. ആറാമത്തെ പോയിന്റ് തൊട്ടാണ് നോക്കാനുള്ളത്. എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വകാര്യത അല്ലെ. സ്വകാര്യത. അതുപോലെ തന്നെ എത്തിക്സ് അല്ലെ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മികത അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ സ്വകാര്യതയും അതുപോലെ തന്നെ ധാർമ്മികതയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം ഇത്തരം പ്രൊഫഷണലുകള് അവരുടെ ജോലികള് നിർവഹിക്കാനായിട്ട് അല്ലെ. അതൊരു സ്കില്ല് തന്നെയാണ് അല്ലെ. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്, അതുപോലെ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരു എന്താണ് സ്കില്ല് തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം.
Non-clinical staff often have entry to sensitive patient information. നമുക്കറിയാം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന പേഷ്യന്റിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ തന്നെ അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡുകൾ അല്ലെ, ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുകയാണെങ്കിൽ അവരുടെ എന്താ പറയുക റെക്കോർഡുകൾ, മറ്റു ഡോക്യുമെന്റ്സുകൾ, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ, ഡാറ്റകള്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കാണ് അല്ലെ, എസ് എ പാർട്ട് ഓഫ് ദെയർ ജോബ് അല്ലെ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ എന്ത് ഉറപ്പുവരുത്തണം? പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അവിടെ ഉറപ്പുവരുത്തണം അല്ലെ, അവരുടെ സ്വകാര്യതയെ നമ്മൾ എപ്പോഴും മാനിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് ആ പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ, അതുപോലെ എല്ലാവിധ ധാർമ്മികമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ അവര് നിലനിർത്തണം. എന്നിട്ടോ കീപ്പിംഗ് ദ പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? പേഷ്യന്റിന്റെ സ്വകാര്യത ഉറപ്പുവരുത്തുക, അവരുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റകളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് വേണ്ട സ്കില്ലുകളാണ്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ട സ്കില്ലാണ് അല്ലെ. കാര്യം അവരാണ് ഏറ്റവും കൂടുതൽ രോഗികളായിട്ട് ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ കോണ്ടാക്ട് വരുന്ന ആളുകളാണ് അല്ലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴും അല്ലെ, രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ഒരുപാട് ബേസിക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ കൂടുതൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ടാണ് അവർ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പേഷ്യൻസിന്റെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് അവർക്ക് ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും, കാരണം അവരുടെ ജോലിയുടെ ഭാഗമാണത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ എല്ലാ എത്തിക്കൽ സ്റ്റാൻഡേർഡുകളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഭാഗത്തുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. അവർക്ക് അതിനൊരു സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, ആറാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് കേട്ടോ. ഏഴാമത്തെ പോയിന്റ് എന്താണ്? ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. എന്താണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ? ടീം വർക്ക് അല്ലെ, ഒരു ടീമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക അല്ലെ. കൊളാബറേഷൻ അതായത് എല്ലാവരുമായിട്ട് സഹകരിച്ച് എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നതും അതും ഒരു സ്കില്ലാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഒരു കൂട്ടം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അതൊരിക്കലും നമ്മള് നമ്മുടേതായ രീതിക്ക് നമുക്ക് ഒറ്റയ്ക്ക് മാറി നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ് അവിടെ നടക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലും അവിടെ വലിയൊരു ടീം വർക്കാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കാനും ആർക്ക് സ്കിൽ ഉണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് കഴിവുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, hospitals are the interdisciplinary settings that need collaboration among various departments and staff members. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് അത് നിലകൊള്ളുന്നത് തന്നെ ഒരു ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ്സിലാണ് അല്ലെ. ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിഫറെന്റ് ഫീൽഡുകളാണ് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട് അല്ലെ. പ്രൊഫഷണൽസ് ഫ്രം ഡിഫറെന്റ് ഡിസിപ്ലിൻസ് അഥവാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ഫീൽഡ് അല്ലെ. പല പല ഡിപ്പാർട്ട്മെന്റുകൾ പല പല ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്ന അതേദിശയാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളില് ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ധാരാളം പ്രൊഫഷണൽസ് ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് നീഡ് കൊളാബറേഷൻ വാരിയസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സുകളുടെ ഇടയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലും നല്ലൊരു കൊളാബറേഷൻ അവിടെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ എൻ ഇഫക്റ്റീവ് മാനർ as a part of a team, communicate and coordinate with the police and donate a positive environment. അതുകൊണ്ട് തന്നെ ഇത്തരം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവര് ഒരു ടീമിന്റെ ഭാഗമായിക്കൊണ്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ട് അവരുടെ കൊളീഗ്സുകളായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നല്ല രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്
അവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുമായിട്ട് സഹകരിച്ച് ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് കേട്ടോ. എട്ടാമത്തെ പോയിന്റ് എന്താണ്? അഡാപ്റ്റബിലിറ്റി ആണ് കേട്ടോ. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊരുത്തപ്പെടുക എന്നുള്ള അർത്ഥമാണ് അല്ലെ? പൊരുത്തപ്പെടുക. അതായത് നമുക്കറിയാം, നമ്മൾ പറയില്ലേ, ഇപ്പൊ ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കണം അല്ലെ? നമ്മൾ പഴയ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും അതില് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കരുത് അല്ലെ? പുതിയ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും അതിനോടൊപ്പം മുന്നോട്ട് പോകണം അല്ലെ? എങ്കിൽ മാത്രമല്ലേ നമുക്ക് അല്ലെ രീതിയിൽ നമുക്ക് നന്നായിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ? അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? കലാകാലങ്ങളില് ദൈനംദിനം ഡെയിലി എന്നാലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ ടെക്നോളജിയിലായിക്കോട്ടെ അല്ലെ, ഒരുപാട് അഡ്വാൻസ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോ ആ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കണം കേട്ടോ, പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കണം. നോക്കാം, അഡാപ്റ്റബിലിറ്റി. ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഈസ് കണ്ടിന്യൂവലി ഇവോൾവിംഗ്. ശരിയാണ് അല്ലെ? ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി അഡ്ജസ്റ്റബിൾ ടു ദ ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ്, പോളിസീസ് ആൻഡ് ടെക്നോളജി. അറിയാലോ, നമ്മുടെ ആരോഗ്യ മേഖലയിൽ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ പുതിയ ഗവേഷണങ്ങളിലൂടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പോളിസികളിൽ മാറ്റം വരുന്നു, പ്രൊസീജിയറുകളിലൊക്കെ മാറ്റം വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനോഭാവം ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് they should be open to learning new skills. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന് പഠിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡ് അവർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് അപ്രോച്ച് ഇസ് ടു റിമെയിൻ അപ്ഡേറ്റഡ് ഇൻ ദെയർ റോൾസ്. അങ്ങനെ അവർക്ക് അവരുടെ റോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ പഴയ പോലെ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ നടക്കില്ല. പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പഠിക്കാനുള്ള ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജോലിയിൽ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയല്ലോ? ഒൻപതാമത്തെ പോയിന്റ് ആണ് എംപതി ആൻഡ് കമ്പാഷൻ. അതായത് നമ്മൾ പറയില്ലേ, വളരെ അനുകമ്പയോടുകൂടി ദയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, although non-clinical staff may not give direct medical care, they often interact with the patients who may be in difficulty of facing challenging situations. അല്ലെ? നമുക്കറിയാം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഡയറക്റ്റ് മെഡിക്കൽ പരിചരണങ്ങളൊന്നും പേഷ്യൻസിന് കൊടുക്കുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒരു പക്ഷേ ഡോക്ടേഴ്സിനെയും നേഴ്സിനേക്കാളൊക്കെ കൂടുതൽ ആ ഹോസ്പിറ്റലിൽ വരുന്ന പല രീതിയിൽ പല തരത്തിലുള്ള പേഷ്യൻസ് മാത്രമല്ലല്ലോ, ഒരുപാട് വിസിറ്റേഴ്സുകള്, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്ന ഒരു പൊസിഷനാണ് ഇത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ അല്ലെ? അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവര് ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻസുകളൊക്കെ ഫേസ് ചെയ്യുന്ന പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുക്കാനായിട്ടും എന്താണ് വളരെ അനുകമ്പയോടുകൂടി അവരോട് പെരുമാറുന്നത് അല്ലെ? Demonstrating empathy and sensitivity towards the patient's requirement and emotions is necessary for providing a supportive environment അല്ലെ? അപ്പൊ പേഷ്യൻസിന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരോട് വളരെ എംപതറ്റിക് ആയിട്ട്, അതുപോലെ വളരെ സിമ്പതറ്റിക് ആയിട്ട്, പിന്നെന്താണ് അവരുടെ ആവശ്യകതകള് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസുകളെല്ലാം മാനിച്ചുകൊണ്ട് വേണം പെരുമാറാനായിട്ട് അല്ലെ? കഴിഞ്ഞ ദിവസം പറഞ്ഞു എംപതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു അല്ലെ? നമുക്കറിയാം പേഷ്യൻസ് ഒരുപാട് ഗുരുതര രോഗങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമുക്ക് അവരോട് സിമ്പതി തോന്നും അല്ലെ? അവരോട് എന്തൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇങ്ങനെ കൂടെ ചിന്തിക്കണം, അതേ അവസ്ഥ നമുക്കായിരുന്നു വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മളിലേക്ക് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ അവരോട് പെരുമാറാനായിട്ട് അല്ലെ? അപ്പൊ അങ്ങനെ എംപതറ്റിക് ആയിട്ടും സിമ്പതറ്റിക്
ജോലിക്കാർക്കും അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കൺസേൺസ്, അവരുടെ പ്രോബ്ലംസ് അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് അതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം നോൺ ടീച്ചിങ് സ്റ്റാഫുകൾക്ക് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ എംപതി ആൻഡ് കംപാഷൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണുണ്ട് കൾച്ചറൽ കോമ്പീറ്റൻസ്. അതാണ് കൾച്ചറൽ കോമ്പീറ്റൻസ്, അതായത് നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു കഴിവ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പല വിധത്തിൽപ്പെട്ട ആളുകളാണ് അല്ലെ നമ്മുടെ ഒരു സൊസൈറ്റിയിലുള്ളത്. അപ്പൊ പല ആളുകൾക്കും അവരുടേതായ എന്താ പറയാ കൾച്ചർ ഉണ്ടായിരിക്കും, വിശ്വാസങ്ങൾ, ബിലീഫ്സ് ഉണ്ടായിരിക്കും, വാല്യൂസ് എല്ലാം അവരുടെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അതിനെയെല്ലാം നമ്മൾ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം തന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്, അവർക്ക് വേണ്ട സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെ. നമ്മൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പല ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അല്ലെ. അപ്പൊ പലവർക്കും പലവരുടെയും പല വിശ്വാസങ്ങളുണ്ട്, അവരുടേതായ ബിലീഫ്സുകളുണ്ട്, അവരുടേതായ വാല്യൂസുകളുണ്ട്, അവരുടേതായ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം അല്ലെ. അതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. ഒരിക്കലും ഒന്നിനും മറ്റൊന്നിനേക്കാളും താഴ്ത്തി കെട്ടിയിട്ടോ ഉയർത്തി കാണിച്ചോ അങ്ങനെയൊന്നുമല്ല. എല്ലാത്തിനും അതിൻ്റെതായ ആ ഒരു വാല്യൂസ്, ബിലീഫ്സും കൾച്ചറൊക്കെ മാനിച്ച് റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം അവർക്ക് സേവനങ്ങൾ കൊടുക്കാനായിട്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കൾച്ചറൽ കോമ്പീറ്റൻസ്. ഓക്കെ, ഹോസ്പിറ്റൽസ് സർവ് ഡൈവേഴ്സ് പേഷ്യന്റ് പോപ്പുലേഷൻസ് വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെ. പലതര കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആളുകളുമായിട്ടും ഹോസ്പിറ്റൽ എന്ത് കൊടുക്കുന്നുണ്ട്, സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് possess cultural competence, understanding and respecting the various cultural practices, beliefs and values to give inclusive and patient-centered care. അതായത് അവർക്ക് നല്ലൊരു കൾച്ചറൽ കോമ്പീറ്റൻസ് ഉണ്ടായിരിക്കണം. അവര് പല കൾച്ചറൽ ആക്ടിവിറ്റീസിൽ അവരുടെ സംസ്കാരത്തിനെ മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്ത് അവരുടെ വിശ്വാസങ്ങള്, അവരുടെ വാല്യൂസ് അല്ലെ, അവരുടെ മൂല്യങ്ങളിനെ എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു പരിചയം സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയുമാണ് ഒരു നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് വേണ്ട ബേസിക് സ്കിൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം നോക്കിയേ. These are just some of the skills that non-clinical staff in hospitals should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to the patients and clinical staff. നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിന് നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ. ക്ലിയറായ പോയിന്റുകള്, ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഒന്ന് ജസ്റ്റ് വായിക്കും, ആ 10 പോയിന്റുകൾ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഓക്കെ ആണോ? മനസ്സിലായോ ആ ചാപ്റ്റർ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും പിന്നെ ബേസിക് സ്കിൽസും ആണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ പിന്നെ ആളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്. ഇപ്പൊ മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്, പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്. ആ രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പൊ നിങ്ങളത് പഠിക്കുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിച്ച് പഠിക്കുക. കാര്യം ഈ മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി അവരുടെയൊക്കെ വരുന്ന നമുക്ക് ഏകദേശം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സിമിലർ ആണ്.
ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മുടെ ആദ്യ മിസ്സിന് എനിക്ക് ലോണ്ട്രി കഴിഞ്ഞില്ലേ? ലോണ്ട്രിന് കഴിഞ്ഞിരുന്നോ? ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞിട്ടില്ല. പിന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സേഫ്റ്റി സെക്യൂരിറ്റി കഴിഞ്ഞ അത് എടുക്കുന്നത് അല്ലെ? അപ്പൊ അത് ചെറിയ ചാപ്റ്ററുകളാണ് കേട്ടോ, കുഴപ്പമില്ല. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മിസ് എടുത്തതിനും അപ്പൊ ഒരു ചാപ്റ്റർ കൂടെ മിസ്സിനെ എടുക്കാനുണ്ടല്ലോ. അപ്പൊ എനിക്ക് സവർ ഉള്ളത് കാരണം കൊണ്ട് ഞാനതെന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. പിന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മിസ് കഴിയുകയാണെങ്കിൽ മിസ് അതിന്റെ ബാക്കി ഷെയർ ചെയ്ത് വെക്കുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മിസ്സിന് വേറെ അവേഴ്സിന്റെ ക്ലാഷ് വരുന്നതാണ് കേട്ടോ. നമുക്ക് മൂന്നാമത്തേക്ക് മുൻപ് പോർഷൻസ് കവർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ പെട്ടെന്ന് നിങ്ങളുടെ പോർഷൻസുകളൊക്കെ തീർക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിന്നത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കേട്ടോ, തുടങ്ങുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്ററിന്റെ എന്താ പറയാ പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്തു കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കേട്ടോ, അത് മൊഡ്യൂള് 3 ചാപ്റ്റർ ആണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഓക്കെ, തേർഡ് മൊഡ്യൂളില് കേട്ടോ, തേർഡ് മൊഡ്യൂളില് ചാപ്റ്റർ ആണ് കേട്ടോ. തുടങ്ങല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. അപ്പോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാല്? അതായത് നമ്മളൊരു പേഷ്യന്റിനെ 2 തരത്തിൽ ട്രാൻസ്ഫർ ഉണ്ട് അല്ലെ? അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ, ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതെ മാറ്റുക അല്ലെ, ട്രാൻസ്ഫർ ചെയ്യാൻ, ഷിഫ്റ്റ് ചെയ്യുക അല്ലെ. അപ്പോ 2 തരത്തിലുള്ള ട്രാൻസ്ഫറുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് കേട്ടോ. 2 തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. ഇപ്പോ ഒരു എന്താ പറയാ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റ്, അപ്പൊ അയാളുടെ കണ്ടീഷൻസ് നോക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അയാളെ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് അയാളെ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അപ്പൊ എന്താണ്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മള് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യും. ഇനി വേറൊരു തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്. അതെന്താണെന്ന് അറിയോ? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് എന്ത് ചെയ്യാം, പേഷ്യന്റിനെ ട്രാൻസ്ഫർ, അതായത് വേറൊരു ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടുപോകാം. അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതായത് ആ ഒരു രോഗിക്ക് നല്ലൊരു പരിചരണം ലഭിക്കാനായിട്ട് അല്ലെ, നല്ലൊരു ട്രീറ്റ്മെന്റ്, മെഡിക്കൽ കെയർ, ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. അതിന്റെ ബെറ്റർ കെയറിന് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരികയാണ്, ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അത് തന്നെ കറക്റ്റ് ആയിട്ട് ശ്രുതി ബോൺ ഫെസിലിറ്റി ആൻഡ് ബെറ്റർ കെയർ ഓഫീസ് ലക്ഷ്മി പറയുന്നത് 1 ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്. അതെ, അത്രയേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കേട്ടോ. അപ്പോ നമ്മള് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ ഒരു നല്ലൊരു മെഡിക്കൽ കെയർ കൊടുക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ അവിടെ ഹോൾഡ് ചെയ്യാണോ ചെയ്യാം? അല്ല, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ പറയുന്ന പേഷ്യന്റിന് ഏറ്റവും നല്ല പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ കുറെ കൂടെ ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആണ് പഠിക്കുന്നത്. എന്താണ് ട്രാൻസ്ഫർ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണുള്ളത്. അതായത് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. ഓക്കെ, ഇത് 2 ടൈപ്പ് ട്രാൻസ്ഫർ പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്
പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട്. ഓക്കെ, ശ്രീലക്ഷ്മി പറയുന്നത് ലെറ്റർ വേണം. ശരിയാണ്, ലെറ്റർ വേണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ആയിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ വയ്ക്കാം. The intra and inter-hospital patient transfer is an important aspect of introduction. The intra and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance the existing management of the patient. Okay. അപ്പൊ അവിടെ തന്നെ തുടക്കം തന്നെ പറയുന്നത് അല്ലെ, രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. എന്തായിരിക്കും ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി മെഡിക്കൽ ടെർമിനോളജി പഠിച്ചപ്പോ ഇൻട്രാ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു അല്ലെ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ഇൻഡ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വിത്ത് ഇൻഡ എന്ന് പറഞ്ഞാല് ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഫ്രം വൺ യൂണിറ്റ് ടു അനദർ യൂണിറ്റ് ഇൻ ദ സെയിം ഹോസ്പിറ്റൽ. അതേ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പലർക്കും മാറിപ്പോകും. ഇന്ററും ഇൻട്രയും പലപ്പോഴും മിക്കപ്പോഴും എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്. അപ്പൊ അത് മറന്നു പോകരുത്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്ത് ഇൻഡ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതേ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is the transfer of patients from one hospital to another hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്? നമ്മുടെ പേഷ്യന്റിനെ മാനേജ്മെന്റിനും അവർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. It may involve carrying a patient within the same facility. അല്ലെ, അതിനെ നമ്മൾ എന്ത് പറയും? ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയില്ലേ. അല്ലെങ്കിൽ നമുക്ക് അതേ ഫെസിലിറ്റിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എനി ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഓർ ഷിഫ്റ്റ് ടു അനദർ ഫെസിലിറ്റി വിത്ത് മോർ വെൽ ഡെവലപ്ഡ് കെയർ. അല്ലെ, അപ്പൊ ഒന്നിലേക്ക് നമുക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് എന്താണ്? The main aim in all such shifting is to maintain a continuity of medical care. അതൊന്നും അണ്ടർലൈൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ, ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? is to maintain the continuity of medical care. അല്ലെ, ആരോഗ്യക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യക്ക് നൽകേണ്ട പരിചരണത്തിന്റെ എന്താണ് കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ വേണ്ട ഫെസിലിറ്റി രീതിയിൽ അവർക്ക് നല്ലൊരു പരിചരണത്തിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ട് അവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഉദ്ദേശം എന്താണ്? നമ്മുടെ പരിചരണം കൊടുക്കുക, ആ മെഡിക്കൽ കെയറിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? ആസ് ദ ട്രാൻസ്ഫർ ഓഫ് സിക്ക് പേഷ്യന്റ് may produce various physiological changes which may negatively affect the prognosis of the patient. അപ്പൊ നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞില്ലേ. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ടൊക്കെ ഉള്ള പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ശാരീരികമായിട്ട് പല മാറ്റങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. അത്
ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല അത് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത് വളരെ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും സേഫ് ആയിട്ട് വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇറ്റ് ഷുഡ് ബി ഇനീഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ കേട്ടോ. എപ്പോഴും നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതൊരു സേഫ് ട്രാൻസ്ഫർ ആയിരിക്കണം. ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. ദ സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഓഫ്, ഇനി പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തു പോകട്ടോ. ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തെ കാര്യം അതാണ് അല്ലെ, ഡിസിഷൻ ടു ട്രാൻസ്ഫർ, ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയ പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യണ്ട, അത് വളരെയധികം നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് അല്ലെ. ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാല് അത് വളരെയധികം നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് അല്ലെ. ഓക്കെ, ഡിസിഷൻ ടു ട്രാൻസ്ഫർ, ദാറ്റ് മീൻസ് ഡിസൈഡിങ് ദ പേഷ്യന്റ് ടു ട്രാൻസ്ഫർ. ഓക്കെ, പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആദ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി. എവിടേക്കാണോ നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ആ പേഷ്യന്റിനെ സ്വീകരിക്കുന്നത് അവരുമായിട്ട് എന്തുണ്ടായിരിക്കണം? ഹോസ്പിറ്റലിന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാണെങ്കിലും ഇനി ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവര് റിസീവ് ചെയ്യുന്ന പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണോ അവരുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലേ. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എന്താണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതുപോലെ നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നടത്തേണ്ട ചില തയ്യാറെടുപ്പുകള്, അതുപോലെ തന്നെ നമ്മൾ പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ എന്താണ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യണം. ലാൻഡ് ട്രാൻസ്ഫർ വേണോ അതോ എയർ ട്രാൻസ്ഫർ വേണോ? അപ്പൊ ചില പേഷ്യൻസിന് നമ്മള് ഈ പറയുന്ന ഹെലികോപ്റ്റർ അല്ലെ പ്ലെയിൻ അങ്ങനെയുള്ളത് സൗകര്യം ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യും. അതല്ലാതെ ആംബുലൻസ് വഴിയായിട്ടും ട്രാൻസ്ഫർ ചെയ്യും. ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിൽ അവർ ട്രാൻസ്ഫർ ചെയ്യണം, ദാറ്റ് ഈസ് ലാൻഡ് ട്രാൻസ്ഫർ, എയർ ട്രാൻസ്ഫർ. പിന്നെ എന്താണ് പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് പേഷ്യന്റ്. അതുപോലെ പേഷ്യന്റിന്റെ കൂടെ നമ്മള് ഒരു പേഴ്സണൽ ഒരു സ്റ്റാഫിനെ നമ്മൾ അവരുടെ കൂടെ എന്ത് ചെയ്യണം, പറഞ്ഞയക്കുന്നത്. കാരണം ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെറുതെ അവരെ മാത്രം പറഞ്ഞയച്ചാൽ പോലെ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാഫോ പ്രൊഫഷണലോ ഒരു പേഴ്സണലോ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത പറയുന്നത് എന്താണ് എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. അതുപോലെ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള് മോണിറ്ററിംഗ് സംവിധാനങ്ങള് എന്തൊക്കെയാണ്? പിന്നെ എന്താണ് ആൻഡ് ഫൈനലി ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഹാൻഡ് ഓവർ. എന്താണ് ലക്ഷ്മി? പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഴ്സൺ. അതെ, പേഴ്സണൽ എന്ന് പറഞ്ഞ അതൊരു പോയിന്റ് ആണ് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആണ് കേട്ടോ. ഓക്കെ, സ്റ്റാഫുകള് ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ കൂടെ ട്രാൻസ്ഫർ ചെയ്യല്ല ചെയ്യാം. അവരുടെ കൂടെ എന്ത് വേണം? ഒരു മെഡിക്കൽ പേഴ്സണല് അവരുടെ കൂടെ അക്കമ്പനി ചെയ്യണം കേട്ടോ. അത് ഒരു പോയിന്റ് ആണ്. പിന്നെ എന്താണ് എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. അതുപോലെ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ് മോണിറ്ററിംഗ് സംവിധാനങ്ങള് എന്തൊക്കെയാണ്? ഓക്കെ, പിന്നെ എന്താണ് ഫൈനലി എന്താണ് ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഹാൻഡ് ഓവർ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി അല്ലെ. പിന്നെ ഡോക്യുമെന്റേഷൻസ് അല്ലെ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ട് കേട്ടോ. ലാൻഡ് ട്രാൻസ്ഫർ ഓർ എയർ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് കോമ്പൗണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ ഒരുമിച്ചാണ് അവിടെ കോമ്പൗണ്ട് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പോയിന്റുകൾ പറഞ്ഞു തരാം. അപ്പോ ലാസ്റ്റ് എന്താണ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ഈ വ്യക്തിയുടെ അതായത് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെ. ഡോക്യുമെന്റ് കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഹാൻഡ് ഓവർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് റിസീവിംഗ് ഫെസിലിറ്റി അല്ലെ. അവരെ ആ പേഷ്യന്റിനെ സ്വീകരിക്കുന്ന ഫെസിലിറ്റി ഏതാണോ അവിടേക്ക് നമ്മളത് കൈമാറണം അല്ലെ. ആ ഒരു അതായത് റെക്കോർഡുകൾ ഡോക്യുമെന്റേഷൻ
കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇത് ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇട്ടതിനകത്ത് ഒന്ന് വരുന്നത് decision to transfer and communication, അല്ലെ? നമ്മള് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ്, അല്ലെ? രണ്ടാമത്തെ എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, അല്ലെ? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർ സ്റ്റെബിലൈസ് ചെയ്യണം, ബാലൻസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ വേണം അവർ എന്ത് ചെയ്യാനായിട്ട്, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്, അല്ലെ? ഏത് രീതിയിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യണം, ലാൻഡ് ട്രാൻസ്ഫർ വേണോ അതോ എയർ ട്രാൻസ്ഫർ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നാലാമത്തെ എന്താണ്? പേഴ്സണൽ ഗോയിങ് along with the patient, അല്ലെ? പേഴ്സണൽ, അതായത് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിന് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് മെഡിക്കൽ പ്രൊഫഷണൽ അവരുടെ കൂടെ കമ്പനി ചെയ്ത് വിടേണ്ടത്. ഓക്കെ. പിന്നെ അഞ്ചാമത്തെ എന്താണ്? എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പല മോണിറ്ററിംഗ് സംവിധാനങ്ങളും എക്യുപ്മെന്റ്സുകളും ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ എന്താണ്? ഡോക്യുമെന്റേഷൻ ആൻഡ് ഹാൻഡ് ഓവർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ റിസീവിംഗ് ഫെസിലിറ്റി. അതായത് ആ പേഷ്യന്റിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും, മെഡിക്കൽ റെക്കോർഡുകൾ ഉൾപ്പെടുന്ന എല്ലാ ഡോക്യുമെന്റ്സുകളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ ഇനി ആരാണോ സ്വീകരിക്കുന്നത് ആ ടീമിലേക്ക് അത് എന്ത് ചെയ്യണം, ആ റെക്കോർഡുകൾ കൈമാറണം, ഹാൻഡ് ഓവർ ചെയ്യണം. ഇത് ഇത്രയുമാണ് സേഫ് ട്രാൻസ്ഫറിൽ ഉൾപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട്. ക്ലിയറായി പറഞ്ഞത് രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ, അല്ലെ? മെഡിക്കൽ കെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ കണ്ടിന്യൂറ്റി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സേഫ് പേഷ്യന്റ് ട്രാൻസ്ഫറിന് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ ജസ്റ്റ് വായിച്ചു നോക്കി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡെഫിനിഷൻ പഠിക്കാം കേട്ടോ. എന്താണ് ട്രാൻസ്ഫർ എന്നതിന് കൃത്യമായിട്ട് അവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യന്റ്, completing requisite reforms and shifting patient to another department within the hospital or to another hospital or home. Okay, it's called transfer. എന്താണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല്? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പേഷ്യന്റിനെ തയ്യാറാക്കി അവരുടെ എല്ലാവിധ റെക്കോർഡുകളും പൂർത്തിയാക്കിയിട്ട് നമ്മൾ ഒരു പേഷ്യന്റിനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ടോ വീട്ടിലോട്ടോ മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയാലോ, മാറ്റം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ ചോദിക്കാം, ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് ട്രാൻസ്ഫർ കേട്ടോ. ഓക്കെ, ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ. അടുത്തതാണ് പർപ്പസ്. പർപ്പസ് അഥവാ എയിംസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അത് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അത്രയേ ഉള്ളൂ. അല്ല, ഒരു മെഡിക്കൽ പരിചരണത്തിന്റെ തുടർച്ച നിലനിർത്താൻ ഏറ്റവും നല്ല മെഡിക്കൽ പരിചരണങ്ങള് കെയർ കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഓരോ പോയിന്റുകളായിട്ടൊക്കെ പറയുമ്പോൾ മാത്രം ആ പോയിന്റുകളുടെ എല്ലാം കൺസെപ്റ്റ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കി. ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, അല്ലെ? എന്താണ്? അവർക്ക് ശരിയായ രോഗനിർണയ പരിശോധനകളും നടപടിക്രമങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെ മെഡിക്കൽ പരിചരണത്തിന്റെ ഭാഗമാണ്, അല്ലെ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ,
ശരിയായ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുകളൊക്കെ ലഭിക്കുന്നതിന് പിന്നെന്താണ് ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. അതുപോലെ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും മെഡിക്കൽ പരിചരണങ്ങളൊക്കെ മെഡിക്കൽ മീൻസ് നഴ്സിംഗ് പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. ഇനി അതുകൂടാണ്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കാനാണ്. ഇപ്പൊ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ടൊരു രോഗി നമ്മുടെ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലോട്ട് വരികയാണ്. ഈ കാഷ്വാലിറ്റിയിൽ വന്ന് പേഷ്യന്റിനെ നമ്മളൊന്ന് സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം ഉടനെ നമ്മള് കുറെ കൂടി സ്പെഷ്യലൈസ്ഡ് കെയറിന് വേണ്ടിയിട്ട് അവരെ എങ്ങോട്ടേക്ക് ചിലപ്പോൾ മാറ്റുന്നുണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റും അല്ലെ. അപ്പൊ അതൊരു ട്രാൻസ്ഫർ അല്ലേ. എന്താണ് അതിന്റെ ഉദ്ദേശം? ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. അവർക്ക് വേണ്ട സ്പെഷ്യലൈസ്ഡ് പരിചരണം പ്രൊവൈഡ് ചെയ്യുന്നതിന്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓർ അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്. അതായത് ഒരു ആശുപത്രിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ എന്താ പറയാ പ്രൊഫഷണൽസിന്റെയും സേവനങ്ങളുടെയൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക. അത്രയും വളരെ ആധികാരികമായിട്ടൊന്നും പറയണ്ട. അതായത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെന്താണ്? To match severity of nursing care based on patient's level of needs and problems. അതുകൂടാതെ ഓരോ പേഷ്യൻസിനും വ്യക്തിഗതമായിട്ട് തന്നെ ഓരോ പേഷ്യൻസിനും അവരുടെ ആവശ്യങ്ങള് അവരുടെ പ്രോബ്ലംസിന് അനുസരിച്ചുള്ള ഒരു നഴ്സിംഗ് പരിചരണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും കൺസെപ്റ്റ് സെയിം തന്നെയാണ്. കുറച്ച് പോയിന്റുകളായിട്ട് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. ക്ലിയർ ആയോ? ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പർപ്പസ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ് കേട്ടോ. ഒരു പേഷ്യന്റിന് രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രാൻസ്ഫറിന്റെ രണ്ട് ടൈപ്പുകളാണ് നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് വൺ ഇന്റേണൽ ട്രാൻസ്ഫർ, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫറിന് നമുക്ക് എന്തും പറയാം? ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയാം കേട്ടോ. ഇന്റേണൽ ട്രാൻസ്ഫറിന് നമുക്ക് എന്തും പറയാം? ഇന്ററാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്നും പറയാം. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ ദി that to provide special care or care suited to his requirement. Very simple ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. The transfer of patients from one unit to another unit in the same facility, that is called internal transfer അഥവാ intra hospital transfer. എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. From general ward to ICU. ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ജനറൽ വാർഡിൽ നിന്നും ICU ട്രാൻസ്ഫർ ചെയ്യണം. എന്താണ്? ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. ഹോസ്പിറ്റലിനകത്ത് തന്നെയല്ലേ നമ്മൾ ട്രാൻസ്ഫർ നടത്തുന്നത്. അടുത്തതാണ് ഇത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. എക്സ്റ്റേണൽ ട്രാൻസ്ഫറിന് നമുക്ക് എന്ത് പറയാം? ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയാം. പറയാം ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയാം. എന്താണ്? ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ ഫോർ ദ പർപ്പസ് ഓഫ് സ്പെഷ്യൽ കെയർ. Example, from general hospital to specialized hospital. That means cancer center. കണ്ടോ? ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ രോഗിയെ ഒരു ക്യാൻസർ സെന്റർ ഉള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലോട്ട് മാറ്റാണ്. മറ്റൊരു ഹോസ്പിറ്റലിലോട്ടല്ലേ മാറ്റുന്നത്. അപ്പൊ എന്താണ്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ കേട്ടോ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. മനസ്സിലായോ? ടൈപ്പ് ക്ലിയർ അല്ലേ? അപ്പൊ എക്സാമ്പിൾ തന്നിട്ട് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണോ അഥവാ എന്താണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണോ എന്ന് ചോദിക്കുമ്പോൾ മാറിപ്പോകരുത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി കേട്ടോ. ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. അതിപ്പോ വിത്തിൻ ദ ഫെസിലിറ്റിക്കകത്ത് മാത്രമല്ല, പൊതുവെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിപ്പോ ഹോസ്പിറ്റലിനകത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആയിക്കോട്ടെ, നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതലും പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഇന്റേണൽ ട്രാൻസ്ഫറിനെ സംബന്ധിച്ചാണ് ഇവിടെ കൂടുതലും പറയുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ പേഷ്യന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില അല്ലെങ്കിൽ പരിഗണിക്കേണ്ട ചില കാര്യങ്ങളാണ് അതുപോലെ ഹോസ്പിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. അതാണ് ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്.
a return declaration is required from the doctor. അതായത് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടറുടെ ഓർഡർ കൃത്യമായിട്ട് പരിശോധിക്കണം. നമ്മൾ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ ഡോക്ടർ ഓർഡർ കൊടുക്കണം. ഓക്കെ, ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഡോക്ടറുടെ ഓർഡർ നമ്മൾ പരിശോധിക്കുക. അപ്പൊ അതിനായിട്ട് റിട്ടേൺ ഡിക്ലറേഷൻ ഡോക്ടർ, ഒരു ഡോക്ടറിൽ നിന്ന് നമുക്കൊരു രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അതിന് ആവശ്യമുണ്ട്. ഇതാണ് ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞത്. ലെറ്റർ വേണം അതായത് ഒരു ഡോക്ടറുടെ രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അവിടെ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് എന്താണ്? ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. അതുപോലെ നമ്മളൊരു പേഷ്യന്റിനെ പെട്ടെന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പേഷ്യന്റിനായാലും അവരുടെ ബന്ധുക്കൾക്കായാലും ചിലപ്പോൾ ഒരു പേടിയൊക്കെ തോന്നാം, കൺഫ്യൂഷൻ തോന്നുന്നതോ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നേ എന്നൊക്കെ നമുക്ക് തോന്നും. അല്ലെ, പേടി ഉണ്ടായിരിക്കും, ആൻസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൻസൈറ്റി ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പേഷ്യന്റിനോടും അവരുടെ ബന്ധുക്കളോടും ഇന്റിമേറ്റ് ചെയ്യണം, അറിയിച്ചിരിക്കണം കേട്ടോ. അതായത് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് പേടി തോന്നും. അതേസമയം നമ്മൾ പേഷ്യൻസായിട്ട് അവരുടെ റിലേറ്റീവ്സ് ആയിട്ട് സംസാരിക്കാം. അതായത് ഇന്ന കണ്ടീഷനാണ്, ഇന്ന അവസ്ഥയാണ്, കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ പൈസയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഓൾറെഡി കേൾക്കുമ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു ആൻസൈറ്റിക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൻസൈറ്റി ഒക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പേഷ്യന്റിനോടും അവരുടെ റിലേറ്റീവ്സിനെയും അറിയിക്കുക കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? Intimate the ward sister where the patient is transferred. അതുപോലെ എവിടേക്കാണോ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് അവരുടെ ഇൻചാർജ് ഉള്ള സിസ്റ്ററിനെ അറിയിക്കുക കേട്ടോ. അവരുടെ ഇൻചാർജ് ഉള്ള വാർഡ് സിസ്റ്ററിനെ അറിയിക്കുക. നിലവിലെ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് എവിടേക്കാണോ ആ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ വിവരം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഇൻചാർജ് ഉള്ള വാർഡ് സിസ്റ്ററിനെ അറിയിക്കുക കേട്ടോ. ഇന്റിമേറ്റ്. അടുത്ത പോയിന്റ് എന്താണ്? Check the chart for the complete recording of important factors, nursing care and treatment given. Check the chart. ഇവിടെ ഏത് ചാർട്ട് ഉദ്ദേശിക്കുന്നത്? ഹെൽത്ത് ചാർട്ട്. ഹെൽത്ത് ചാർട്ട്, ഹെൽത്ത് റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ്, ഇതൊക്കെ ഒന്ന് തന്നെയാണ് അല്ലെ. ഹെൽത്ത് ചാർട്ട് അഥവാ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ചാർട്ട് കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതായത് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നേച്ചറുകളും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടോ? അതുപോലെ എന്തൊക്കെ നഴ്സിംഗ് പരിചരണങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് അതിനകത്ത് ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ, അവർക്ക് എന്തൊക്കെ ചികിത്സകൾ കൊടുത്തിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ ആ ഒരു ചാർട്ട് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയ പറഞ്ഞത്? ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സയൻസ്. ഇപ്പൊ ചില ഡോക്ടേഴ്സിന്റെ മറ്റൊരു സൈനിക കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്താണ്? ഗ്യാദർ ദ പേഷ്യൻസ് എക്സ്റേ, മെഡിസിൻ ആൻഡ് അതർ ഡിമാൻഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യന്റിന്റെ എക്സ്റേകൾ CT സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമേജസ് കാര്യങ്ങളും അതുപോലെ മരുന്നുകൾ, മറ്റവരുടെ ബിലോങ്ങിങ്സ്, അവരുടെ മറ്റു പല വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിരിക്കുക. പിന്നെന്താണ്? Call of the hospital director or transfer to the new ward the patient is going. Call of the hospital director. അതുപോലെ തന്നെ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ വിധത്തിൽ നമ്മൾ എവിടെ വിളിച്ചറിയിക്കണം? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചറിയിക്കണം. ഒരു വാർഡിലുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും വാർഡിലേക്കായിരിക്കും ആ പേഷ്യന്റിന്റെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഈ പേഷ്യന്റ് നമുക്ക് പെട്ടെന്ന് വാർഡിൽ നിന്ന് ICUലോട്ട് മാറ്റുകയാണെങ്കിൽ ഉടനടി നമ്മൾ ഇവിടേക്ക് വിളിച്ച് പറയണം, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വിളിക്കണം. രോഗിയെ വാർഡിൽ നിന്ന് മാറ്റി ICUലോട്ടാണ് എന്നുള്ള കാര്യം അവരെ അറിയിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അവിടേക്ക് അവര് ഉദ്ദേശിക്കും. ആ രീതിയിൽ call of the hospital director or transfer to the new ward the patient is okay. അടുത്തത് എന്താണ്? Aid the relatives to gather other belongings കേട്ടോ. അതുകൂടാതെ ആ ഒരു രോഗിയുടെ മറ്റുള്ള ബിലോങ്സുകളെ ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അവരുടെ റിലേറ്റീവ്സിനെ സഹായിക്കാം. ഓക്കെ, പിന്നെന്താണ്? മേക്ക് അറേഞ്ച്മെന്റ് വേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. ഇനി ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ നിലവിലെ ഹോസ്പിറ്റലുകളെ ബില്ലുകളൊന്നും തന്നെ
പെൻഡിങ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ബില്ലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റുകളൊക്കെ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഡ്യൂ വെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് അത് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളും ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? അതാണ് മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഗോയിങ് ടു അനദർ കോസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. റെക്കോർഡ് ടൈം, അതായത് നമ്മൾ അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് നമ്മൾ ട്രാൻസ്ഫർ, ലാൻഡ് ട്രാൻസ്ഫർ ആണോ അതോ എയർ ട്രാൻസ്ഫർ ആണോ എന്ന്. പിന്നെ ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, ഇനി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ പൊതുവായ കണ്ടീഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെന്താണ്? അസിസ്റ്റിംഗ് ട്രാൻസ്ഫറിംഗ് risk patients to wheelchair or stretcher and going along with the patients to the new area. അതുപോലെ വീൽ ചെയറിലുള്ള സ്ട്രക്ചർ ഉപയോഗിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഗോയിങ് അലോങ് വിത്ത് പേഷ്യന്റ്, എന്നിട്ട് പേഷ്യൻസിന്റെ കൂടെ പുതിയ ഏരിയയിലോട്ട് അവരെ അക്കമ്പനി ചെയ്ത് പോവുക. ഓക്കെ. പുതിയ ഏരിയയിലോട്ട് എവിടേക്കാണോ പേഷ്യന്റ് പോകുന്നത് അതിന് എന്ത് ചെയ്യുക, അതിനോടൊപ്പം തന്നെ പോകാനും ശ്രമിക്കുക. അടുത്തത് എന്താണ്? Deliver patient documents and belongings and reported orally to the in-charge nurse system. അതുകൂടാതെ പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സ്, അവരുടെ അവരെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകള് ഓറലി തന്നെ, ഓക്കെ, ഓറലി തന്നെ ആ ഒരു എന്താ പറയാ സിസ്റ്റർ അല്ലെങ്കിൽ നഴ്സുമായിട്ട് എന്ത് ചെയ്യാം, അവർക്ക് കൊടുക്കാം കേട്ടോ. ഓറലി കൊടുക്കാൻ മതി കേട്ടോ, രണ്ടാമത്തെ കൊടുക്കണമെന്ന് പറയുന്നില്ല, ഓറലി എന്നോട് പറയാം. ഇങ്ങനെ പേഷ്യന്റ് വരുന്നുണ്ട്, അവരുടെ സാധനങ്ങളും പിന്നെ എന്താണ്? ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. അതുപോലെ വാർഡ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ വാർഡിലുള്ള ആർട്ടിക്കിൾസ് എന്തെങ്കിലും വായിക്കാനോ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഗ്യാദർ ചെയ്യും, കളക്ട് ചെയ്യുക. പിന്നെന്താണ്? ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നെക്സ്റ്റ് കേട്ടോ. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏത് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. ലാൻഡ് ട്രാൻസ്ഫർ ആണോ എയർ ട്രാൻസ്ഫർ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ആൻഡ് ഇൻഫോം ദ റിസീവിംഗ് നെക്സ്റ്റ്, ഇനി അവരാരാണോ റിസീവ് ചെയ്യുന്നത് ആ നെക്സ്റ്റിന് വിവരങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെന്താണ്? മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് വഴി നഴ്സിംഗ് യൂണിറ്റ് കേട്ടോ. അതുപോലെ നമ്മളൊരു പേഷ്യന്റിന് ഒരു പുതിയ നഴ്സിംഗ് യൂണിറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അല്ല, അവരുടെ ഫിസിക്കൽ വെൽഫെയറിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് വേണം അവരെ നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെന്താണ്? പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ്. അതുപോലെ ആ പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന യൂണിറ്റ് നഴ്സിന്റെ അവരുടെ കണ്ടീഷൻസിനെ പറ്റിയിട്ട് ഓറൽ റിപ്പോർട്ട് കൊടുക്കണം, വാമൊഴിയായിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കണം. പിന്നെന്താണ്? മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഇസ് കംപ്ലീറ്റഡ്. അത് മാത്രമല്ല, ആരോഗ്യ സംബന്ധിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇൻക്ലൂഡിംഗ് അവരുടെ കെയർ പ്ലാൻ, ഫോളോ അപ്പ് കെയർ പ്ലാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും, മെഡിക്കൽ റെക്കോർഡ് പോലുള്ള എല്ലാ ഡോക്യുമെന്റ്സും അത് കംപ്ലീറ്റഡ് ആണ്, അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. പിന്നെന്താണ്? അസിസ്റ്റ് ദ പേഷ്യന്റ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. അതുപോലെ പുതിയ യൂണിറ്റിലോട്ടുള്ള പേഷ്യന്റിന്റെ വരവിനെ അസിസ്റ്റ് ചെയ്യാം, വെച്ചാൽ അവരോടൊപ്പം പോവാന്നുള്ള അർത്ഥമാണ് കേട്ടോ. പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റിംഗ് ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. അതുപോലെ പുതിയ റൂമിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അവിടെ പുതിയൊരു ബെഡിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കും, പ്രത്യേകിച്ച് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് കേട്ടോ. എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് റിപ്പോർട്ട്. എക്സ്ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ അവർ റിസീവ് ചെയ്ത ഫെസിലിറ്റിയിലോട്ട് ഈ പറയുന്ന അവരുടെ ബിലോങ്ങിങ്സും മെഡിക്കൽ റെക്കോർഡ്സും റിപ്പോർട്ട് എന്ത് ചെയ്യാം, ഹാൻഡ് ഓവർ ചെയ്യാം, കൈമാറാം കേട്ടോ. അവസാനം എന്താണ്? ഇൻ ദ ന്യൂ യൂണിറ്റ് procedure is similar to that of admission procedure. നമ്മളൊരു പുതിയ യൂണിറ്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ പ്രൊസീജിയർ ഏതുപോലെയാണ്? സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. അഡ്മിഷൻ പ്രൊസീജിയർ പോലെ തന്നെ സിമിലർ ആണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെയ്യുന്ന അഡ്മിഷൻ എടുക്കില്ലേ, അപ്പൊ നടത്തുന്ന പ്രൊസീജിയറിലാണ് ഈ സെയിം പ്രൊസീജിയറുകൾ തന്നെയാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നടത്തുന്നത്. പിന്നെന്താണ്? Clean the unit when the patient is admitted and keep ready for the next patient after transfer.
അതുപോലെ പേഷ്യന്റിന്റെ ആ ഒരു ഏരിയ, പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുള്ള ഏരിയ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ആ ഏരിയ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വെച്ചടക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ ആണോ? ഏതെങ്കിലും ഭാഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കിയോ? ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എക്യുപ്മെന്റ്സ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. ഇനി നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് കേട്ടോ? എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നത്? ഓക്കെ, ഒന്ന് വീൽ ചെയർ ഓർ സ്ട്രെച്ചർ. എല്ലാ രോഗികൾക്കും അല്ല, പക്ഷെ മിക്കവാറും ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള രോഗികളായിരിക്കും, അത്യാവശ്യം ക്രിട്ടിക്കലി പ്രശ്നങ്ങളുള്ള രോഗികളായിരിക്കും അല്ലെ. അവർ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണ്ടേ? ഒന്നില്ലെങ്കിൽ വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ അങ്ങനെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും അല്ലെ. ഓക്കെ, അപ്പൊ വീൽ ചെയർ ഓർ സ്ട്രക്ചർ. പിന്നെ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ലേബിൾസ് കേട്ടോ. അതുപോലെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ, അതായത് പേഷ്യന്റിന്റെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലേബൽസുകൾ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ കെട്ടാനായിട്ട് ഒരു ടാഗ് തരും അല്ലെ. നമ്മുടെ പേര്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതൊക്കെ ആ ഒരു എന്താണ് ലേബൽ നമുക്ക് കെട്ടിയിട്ടുണ്ടായിരിക്കും. ഐഡന്റിഫിക്കേഷൻ ലേബൽസ് ഉണ്ടായിരിക്കും. പിന്നെ പേഷ്യൻസ് ബിലോങ്ങിങ്സ് കേട്ടോ. പേഷ്യന്റിന്റെ സാധനങ്ങൾ കേട്ടോ, ബിലോങ്ങിങ്സ് അവരുടെ വസ്ത്രങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ ബാഗുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ളത്. പിന്നെ അതുകൂടാതെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെയുള്ള വസ്തുക്കൾ കേട്ടോ, പേഷ്യൻസ് ബിലോങ്ങിങ്സ് ഇതെല്ലാം തന്നെ കൂടെ കൊണ്ടുപോകണം. പിന്നെ എന്താണ്? എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പേഷ്യന്റ് റെക്കോർഡ് ആൻഡ് ഫയൽ. അറിയാമോ എക്സ്റേകള്? എക്സ്റേയോ CT സ്കാൻ MRI ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ആ ഒരു ഇമേജും റിപ്പോർട്ടൊക്കെ കൊണ്ടുപോകണം അല്ലെ. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകള്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽ, പേഷ്യന്റിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകള്, ഫയലുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണം അല്ലെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. പിന്നെന്താണ്? കാർഡിയാക് മോണിറ്ററിംഗ് ഇസ് റിക്വയർഡ്. നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പറഞ്ഞപ്പോ കാർഡിയാക് മോണിറ്റർ പഠിച്ചില്ലേ? ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം, അതിനകത്ത് നമ്മുടെ ഹാർട്ടിന്റെ മാത്രമല്ല നമ്മുടെ ശ്വസനത്തിന്റെ കാര്യങ്ങളും ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ കാർഡിയാക് മോണിറ്റർ. ആവശ്യമുണ്ടെങ്കിൽ, പ്രിപ്പയർഡ് ആവശ്യമുണ്ടെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സുകൾ കരുതേണ്ടതുണ്ട് കേട്ടോ. ഇത്രയും സംഭവങ്ങളാണ് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ്? വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചറുകള്, പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ലേബലുകള്, പേഷ്യന്റിന്റെ ബിലോങ്ങിങ്സുകള്, എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആൻഡ് പേഷ്യന്റ് റെക്കോർഡ് ആൻഡ് ഫയൽ, ദെൻ കാർഡിയാക് മോണിറ്ററിംഗ് ഇസ് റിക്വയർഡ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാർഡിയാക് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ കൊണ്ടുപോയാൽ മതി. എല്ലാവർക്കും വേണ്ടി വരില്ല, ആവശ്യമുള്ളവർക്ക് കാർഡിയാക് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ കൂടെ കൊണ്ടുപോകും കേട്ടോ. ഓക്കെ,
ക്ലിയർ ആയല്ലോ? പേഷ്യൻസ് ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ വസ്തുക്കളെ ഇപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ ഡ്രസ്സുകളോ കാര്യങ്ങളോ ബാഗുകളോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ വല്ല ഓർണമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കില്ല, അവരുടെ ബിലോങ്ങിങ്സ് ആണത് അല്ലെ. അപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ വസ്തുക്കളും എന്താണ് അതിന്റെ കൂടെ കൊടുത്തു വിടണം അല്ലെ. ഓക്കെ, ബിലോങ്ങിങ്സ് പേഷ്യന്റിന്റെ വസ്തുക്കളാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ട്രാൻസ്ഫർ ടു എൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി ആണ് കേട്ടോ. ട്രാൻസ്ഫർ ടു എൻ എക്സ്റ്റെൻഡ് 1.5 മണിക്കൂർ ക്ലാസ് ഉള്ളൂ കേട്ടോ, 12 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് ട്രാൻസ്ഫർ ടു എൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി കേട്ടോ. ഈ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്റ്റേണൽ ട്രാൻസ്ഫർ നടത്തുമ്പോൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കണം. പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്, make sure that the patient's physician has written the transfer order on his chart and has completed the special transfer form. ശ്രമല്ലാട്ടോ, ഫോം എന്നാണ് കേട്ടോ. ശ്രമം മാറ്റിയിട്ട് ഫോം എന്നാക്കാം കേട്ടോ. ഫോം എന്നാക്കാം. ശ്രമം എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മള് ഒരു പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡോക്ടർ, അവരുടെ ഫിസിഷ്യൻ അവരുടെ റെക്കോർഡിൽ അവരുടെ ചാർട്ടില് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ഓർഡർ എഴുതിയിട്ടുണ്ടെന്നോ ഉറപ്പുവരുത്തണം കേട്ടോ. അതായത് ഡോക്ടർ അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ആ ഓർഡർ ചെക്ക് ചെയ്യുന്നു അല്ലെ. ഡോക്ടർ അങ്ങനെ ഓർഡർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ട്രാൻസ്ഫർ ഓർഡർ ഫിസിഷ്യൻ അവരുടെ ചാർട്ടില് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കേട്ടോ. അത് കൂടാണ്ട് അവര് ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ഉണ്ട് കേട്ടോ. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നതും ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കി ഈ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അതൊന്നും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. Okay, this form should consist of the patient's diagnostic case summary. കേട്ടോ, എന്തൊക്കെ ഉണ്ടാവും? പേഷ്യന്റിന്റെ ആ ഒരു ഡയഗ്നോസ്റ്റിക് സമ്മറി ഉണ്ടായിരിക്കും. പിന്നെ ഡ്രഗ് റെജിമെൻ, അവർ കഴിക്കുന്ന മരുന്നുകളുടെ ക്രമങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഡ്രഗ് റെജിമെൻ എന്തൊക്കെ മരുന്നുകൾ ഏതൊക്കെ സമയത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി. ഇനിയിപ്പോ ഡയറ്റ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലെയുള്ള ചില സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസുകളും എന്തിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും? സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒന്ന് പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി ഉണ്ടായിരിക്കും, അവരുടെ ഡ്രഗ് റെജിമെൻ ഉണ്ടായിരിക്കും, അവരുടെ മരുന്നുകളുടെ ക്രമങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പൊ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു എന്താ പറയാ കിഡ്നി പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് റീനൽ ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ കാർഡിയക് ഇഷ്യൂസ് ഉള്ള പേഷ്യന്റ് ആണ്, അവർക്ക് കാർഡിയക് ഡയറ്റ്, ഡയറ്ററി സർവീസ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അവര് ഫോളോ ചെയ്യുന്ന സ്പെഷ്യൽ ഡയറ്ററി കാര്യങ്ങള്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസുകളും ഉണ്ടായിരിക്കും ഈ പറയുന്ന സ്പെഷ്യൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നോക്കി, complete the nursing summary that includes the patient's assessment, progress, needed nursing treatment and special needs to make sure the continuity of care. അതുകൂടാണ്ട് ഒരു നഴ്സിംഗ് സമ്മറി ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി, അതായത് ഒരു പൂർത്തിയാക്കിയിട്ടുള്ള നഴ്സിംഗ് സമ്മറി ഉണ്ടായിരിക്കണം. ആ നഴ്സിംഗ് സമ്മറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന് പേഷ്യൻസ് അസസ്മെന്റ്, പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള വിലയിരുത്തല്, പേഷ്യന്റിന്റെ അസസ്മെന്റ് എന്താണ് അല്ലെ, പേഷ്യന്റിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് അസസ്മെന്റ് അല്ലെ. ഓക്കെ, പിന്നെ പ്രോഗ്രസ്, പേഷ്യന്റിൽ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. പിന്നെ എന്താണ് നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്, എന്തൊക്കെ നഴ്സിംഗ് ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ സ്പെഷ്യൽ നീഡുകൾ, എന്തൊക്കെ സ്പെഷ്യൽ നീഡുകൾ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ, അവരുടെ ആ ഒരു കെയർ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനകത്ത് അവരുടെ അസസ്മെന്റ്, അവരുടെ രോഗത്തെ പറ്റിയിട്ടുള്ള പിന്നെ അവരുടെ പ്രോഗ്രസും, അവർക്ക് കൊടുത്തിട്ടുള്ള നഴ്സിംഗ് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, ഇനി അവർക്ക് വേണ്ട സ്പെഷ്യൽ നീഡുകൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ, അതെല്ലാം തന്നെ കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്.
നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ബില്ലുകളെല്ലാം തന്നെ സെറ്റിൽ ചെയ്തിരിക്കണം അല്ലെ. പ്രത്യേകിച്ച് ഏതെങ്കിലും ബില്ലുകൾ പേ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, പെൻഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്നതൊക്കെ നമ്മൾ നോക്കണം. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്തിരിക്കണം, സെറ്റിൽ ചെയ്യണം കേട്ടോ. അതാണ് സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. അവസാനം പറയുന്നത് retain one copy of the transfer form എന്നാണ് കേട്ടോ. ട്രാൻസ്ഫർ ഫോം എന്നാണ് കേട്ടോ. retain one copy of the transfer form and LC summary with the patient chart and pass on the other copy to the receiving facility. അതായത് നമ്മൾ ഇതിന്റെ എല്ലാം തന്നെ ഈ 2 കോപ്പി വീതം നമ്മൾ എടുക്കണം. 2 കോപ്പി വീതം എടുക്കണം. എന്നിട്ട് ഒരു കോപ്പി അതായത് ഈ ട്രാൻസ്ഫർ ഫോമിന്റെ പിന്നെ ഈ നഴ്സിംഗ് സമ്മറിയുടെ പേഷ്യന്റിന്റെ ചാർട്ട്, അതായത് അവരുടെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടല്ലോ അതിന്റെ ഫോമാണ് കേട്ടോ. ഫ്രം അല്ല, ഫോം ആണ് കേട്ടോ. ഫോം ആണ് കേട്ടോ. അപ്പോ 2 കോപ്പി വീതം നമ്മൾ എടുക്കാം. അതില് ഒരു കോപ്പി അതായത് ട്രാൻസ്ഫർ ഫോമിന്റെ നഴ്സിംഗ് സമ്മറിയുടെ പിന്നെ പേഷ്യന്റിന്റെ ചാർട്ട് എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടല്ലോ അതിന്റെ ഒരു കോപ്പി നമ്മൾ നിലവിലുള്ള ഹോസ്പിറ്റലിൽ വെക്കാം. 6 കോപ്പി ഉണ്ടല്ലോ, രണ്ടാമതൊരു കോപ്പി ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. പാസ് ഓൺ ദ അതർ കോപ്പി ടു ദ റിസീവിംഗ് ഫെസിലിറ്റി. അവരെ ഈ റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റി ഏതാണോ അവിടേക്ക് ഇതിന്റെ രണ്ടാമത്തെ കോപ്പി നമ്മൾ എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. എല്ലാത്തിനും ഈ 2 കോപ്പി വീതം എടുക്കാം. അതിൽ ഈ ട്രാൻസ്ഫർ ഫോമിന്റെ പിന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡിന്റെ നഴ്സിംഗ് സമ്മറിയുടെ ഒരു കോപ്പി ഉണ്ടല്ലോ അതിന്റെ ഒരു കോപ്പി നമ്മൾ നിലവിലെ ഹോസ്പിറ്റലിൽ വെക്കാം. രണ്ടാമത്തെ കോപ്പി ഈ പറയുന്നതിന്റെ രണ്ടാമത്തെ കോപ്പി അവരിനി എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നത് ആ ഹോസ്പിറ്റലിലൂടെ നമ്മൾ പാസ് ചെയ്യും. അവർക്കത് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ മറ്റൊരു എക്സ്റ്റേണൽ ട്രാൻസ്ഫർ നടത്തുമ്പോൾ ഒന്നാമത്തെ കാര്യം ഫിസിഷ്യന്റെ ഓർഡർ നമ്മൾ നോക്കാം. കൃത്യമായിട്ട് ഫിസിഷ്യൻ ആ ട്രാൻസ്ഫറിനുള്ള ഓർഡർ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക കേട്ടോ. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണത് ഓർത്ത് വെക്കാം. ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി ഉണ്ടായിരിക്കും, ഡ്രഗ് റെജിമെന്റ്സ് ഉണ്ടായിരിക്കും, സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അത് കൂടാണ്ട് അവരുടെ നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്തിരിക്കും. നഴ്സിംഗ് സമ്മറിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ബില്ലുകൾ എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും 2 കോപ്പി വീതം നമ്മൾ എടുക്കുക. ഒരു കോപ്പി നമ്മൾ നിലവിലെ ഹോസ്പിറ്റലിലും 6 കോപ്പി നമ്മൾ അവരെ ട്രാൻസ്ഫർ ഈ അപേക്ഷ സ്വീകരിക്കാൻ പോകുന്ന ഫെസിലിറ്റിയിലോട്ട് പാസ് ചെയ്യാം കേട്ടോ. അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി പഠിക്കാൻ പോകുന്നത് ഇനിയുള്ളത് 11th ആണ് കേട്ടോ. 11th ആണ്. അത് പുതിയ ചാപ്റ്ററിന്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് കേട്ടോ. അതായത് വളരെ ഗുരുതരമായിട്ട് അസുഖങ്ങളുള്ള ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ വായിച്ചില്ലേ, കുറച്ച് കാര്യങ്ങൾ വായിച്ചത് ഓർമ്മയില്ല. അതായത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, ആ പോയിന്റുകളില്ലേ ആ സെയിം പോയിന്റുകൾ തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതോടുകൂടി ഈ ചാപ്റ്റർ തീരും. അപ്പൊ നോക്കാം. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ വരുന്ന കമ്പോണൻസുകൾ എലമെന്റ്സുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 5 എലമെന്റ്സുകളാണ് വരുന്നത് കേട്ടോ. അത്രയാണ് 5 കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ് പോയിന്റുകൾ വായിക്കാൻ? ഒന്നാമത്തെ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവിടെ പറഞ്ഞതാണ് അല്ലെ, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനങ്ങള്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിസീവിംഗ് ഫെസിലിറ്റി ഒന്നാമത്തെ എലമെന്റ്. രണ്ടാമത്തെ എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അല്ലെ. രണ്ടാമത്തെ എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നടത്തേണ്ട തയ്യാറെടുപ്പുകള് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ. അതിന്റെ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതായത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണോ, എയർ ട്രാൻസ്പോർട്ട് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണ്? accompanying the patient. പേഷ്യന്റിനോടൊക്കെ ഒരാൾ പോണെന്ന് പറഞ്ഞല്ലോ. The personnel going along with the patient എന്ന് നമ്മൾ അവിടെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. accompanying the patient, പേഷ്യന്റിനെ accompany ചെയ്തുകൊണ്ട് പോകേണ്ട പേഴ്സണൽസ് ആരാണ്? അതാണ് നാലാമത് നമ്മൾ പറയുന്നത്.
അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് അല്ലെ. അതായത് നമ്മള് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ, എന്തൊക്കെ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നൊരു ആറാമതൊരു പോയിന്റ് കൂടി ഉണ്ട്. 5 അല്ല 6 എലമെന്റ് ഉണ്ട്. ആറാമത്തെ എലമെന്റ് എന്താണ്? ഡോക്യുമെന്റേഷൻസ് ആണ്. അതായത് നമ്മൾ ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ. അത്രയേ ഉള്ളൂ. 6 എലമെന്റുകളാണ് നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഓരോ എലമെന്റും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നത് എന്താണ്? ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് റിസീവിംഗ് ഫെസിലിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കടം പിടിക്കേണ്ട കേട്ടോ, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത് എന്താണ്? The decision to shift the patient is important vulnerability of exposure of the patient and the staff to the extra risk and extra expense for the relatives and the hospital. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് വളരെയധികം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരുപാട് റിസ്കുകളുണ്ട്, ഒത്തിരിയേറെ റിസ്കുകളുണ്ട്. റിസ്ക് പേഷ്യൻസിന് മാത്രമല്ല, അവരുടെ ബന്ധുക്കൾക്കും ഈവൻ ഹോസ്പിറ്റലിന് വരെ റിസ്ക് ഉണ്ട്. അവർക്ക് ഒരുപാട് ചെലവും എക്സ്ട്രാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നൊരു സംഭവമാണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത്രയേറെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം കേട്ടോ. അത് പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും ഈവൻ ഹോസ്പിറ്റലിന് വരെ ഒരുപാട് റിസ്ക്കും എക്സ്ട്രാ എക്സ്പെൻസും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. അതാണ് അവരോട് പറഞ്ഞത് കേട്ടോ. വേറെ കുഴപ്പമില്ല. പിന്നെ നോക്കുക, the decision to transfer. ഈ ഉള്ളതൊരു പോയിന്റ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. The decision to transfer the patient is decided by a senior consultant level doctor. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, senior consultant level doctor. ചോദിക്കാറുണ്ട്, the decision to transfer the patient is decided by dash. ആരാണ്? ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം ആരാണ് എടുക്കുന്നത്? അതൊരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ്. ആരാണ്? ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ എന്ന് വെച്ചാൽ വളരെ സീനിയർ പോസ്റ്റിൽ ഇരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഇല്ലേ, അവരാണ് കേട്ടോ. കൺസൾട്ടന്റ് ലെവൽ ഡോക്ടേഴ്സ് ആണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം എടുക്കുന്നത് അവരാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ്? By the way of discussion with the patient's relatives about the benefits and risks. അത് ഡോക്ടറെയും പേഷ്യന്റുമായിട്ടും അവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ബെനിഫിറ്റുകൾ, റിസ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരോട് വ്യക്തമാക്കിയതിനു ശേഷം അവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനം ഉറപ്പാക്കുന്നത് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടറാണ്. ഓക്കെ, അത് ഒരു പോയിന്റ് ആണ് കേട്ടോ. അടുത്തത് നോക്കിയേ, a written and informed consent of patient relatives along with the reason to transfer is compulsory before the transfer. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ്, പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടി, അവരുടെ സമ്മതത്തോടു കൂടിയിട്ടുള്ള ഒരു രേഖാമൂലമുള്ള ഒരു ഡോക്യുമെന്റ് അത്യാവശ്യമാണ്. ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. A written and informed consent of a patient relatives along with the reason to transfer. എന്തുകൊണ്ടാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന്റെ കാരണം ഉൾപ്പെടെ അവരുടെ സമ്മതത്തോടു കൂടിയിട്ടുള്ള ഒരു രേഖാമൂലമുള്ള ഒരു കൺസെന്റ് അവരിൽ നിന്ന് വാങ്ങണം. ട്രാൻസ്ഫർ കേട്ടോ. ഈ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്ഫറിന് മുമ്പായിട്ട് കൺസെന്റ് വാങ്ങിച്ചിരിക്കണം കേട്ടോ. അതും അവരോട് എല്ലാ വിവരങ്ങളും പറയണം. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്തതിന്റെ റിസ്കുകള്, അതിന്റെ ബെനിഫിറ്റുകള് എല്ലാം അവരുമായിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തിയിട്ട് അവരിൽ നിന്ന് കൺസെന്റ് വാങ്ങും. ആ കൺസെന്റിന് ശേഷം മാത്രമേ, കൺസെന്റ് കിട്ടിയെങ്കിൽ മാത്രമേ, അത് മോറൽ കൺസെന്റ് അല്ല, ഒരു റിട്ടേൺ കൺസെന്റ് ആണ് വേണ്ടത്. രേഖാമൂലമുള്ള കൺസെന്റ് വാങ്ങണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അടുത്തത് എന്താണ്, a direct communication between the shifting and receiving facility should be by sharing of complete information on the patient's clinical condition. ഓക്കെ, എഴുതി വാങ്ങുന്നത്. അതുപോലെ രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് കമ്മ്യൂണിക്കേഷൻ. ആര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? ഷിഫ്റ്റിംഗ് ഹോസ്പിറ്റലും റിസീവിംഗ് ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? by sharing of complete information on patient clinical condition അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അത് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ.
നിലവിലെ ഹോസ്പിറ്റലും ഇനി അവർ പോവാൻ പോകുന്നത് ട്രാൻസ്ഫർ ചെയ്ത് വിടുന്ന ഹോസ്പിറ്റലും തമ്മിൽ ഈ പറയുന്ന പേഷ്യന്റിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യണം. അതുപോലെ ട്രീറ്റ്മെന്റ് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, റീസൺസ് ഫോർ ട്രാൻസ്ഫർ, എന്തുകൊണ്ടാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആൻഡ് ടൈം ലൈൻ ഓഫ് ട്രാൻസ്ഫർ, അതും ഇനി റിട്ടേൺ ഡോക്യുമെന്റ് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന കാലയളവ്. ഓക്കെ, ഇത് കാലയളവിലേക്കാണ്, എത്ര സമയത്തേക്കാണ്, എത്ര സമയം കൊണ്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എത്ര കാലയളവിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഷിഫ്റ്റിംഗ് ഫെസിലിറ്റിയും റിസീവിംഗ് ഫെസിലിറ്റിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായ പറഞ്ഞ കാര്യങ്ങള് ഒക്കെയാണോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രോഗിയുടെ വിവരങ്ങളാണ്. അതിന് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ റിസീവിംഗ് ഫെസിലിറ്റിക്ക് അറിയില്ല അതിൽ രോഗിക്ക് എന്തൊക്കെ ചികിത്സകൾ കൊടുത്തിരുന്നു, എന്തൊക്കെ മരുന്നുകൾ ഇവർ കഴിച്ചിരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം കേട്ടോ. അത്രയുള്ള കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, ഇത്രയേ കേട്ടോ. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് കേട്ടോ, ഒന്നാമത്തെ ലെവലിൽ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ആണ്. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതായത് നമ്മൾ പ്രീ ട്രാൻസ്ഫർ, ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ രോഗിയെ എന്ത് ചെയ്യണം? സ്റ്റെബിലൈസ് ചെയ്യണം അല്ലെ. എന്നുവെച്ചാൽ അവരൊന്ന് ബാലൻസ് ചെയ്ത് അവര് അല്ലെങ്കിൽ എന്നിട്ട് വേണം അവര് ട്രാൻസ്ഫർ ചെയ്യാൻ. അതിന് നടത്തുന്ന ചില തയ്യാറെടുപ്പുകളും കാര്യങ്ങളും കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എ പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ and equilibrium of patient should be done prior to transfer to prevent any hostile ആണ് കേട്ടോ. hostile അല്ല, hostile ആണ് കേട്ടോ. HOS കേട്ടോ. HAS അല്ല, HOS എന്നാണ് കേട്ടോ. HOS STILE ആണ് കേട്ടോ. hostile എന്ന് വെച്ചാൽ എന്താ? ഡേഞ്ചറസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപകടകരമായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ തിരുത്തി വായിക്കാം. തിരുത്തി വായിക്കാൻ തിരുത്തി എഴുതി വെച്ചോണേ. should be done prior to transfer to prevent any hostile events or deterioration, worsening of the patient's clinical condition. അതായത് നമുക്കറിയാം, ഒരു പേഷ്യന്റ് നമ്മൾ തുടക്കം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് അവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരാം അല്ലെ. അത് അവരുടെ ക്ലിനിക്കൽ കണ്ടീഷനെ വളരെ നെഗറ്റീവ് ആയിട്ട് ചിലപ്പോൾ എഫക്ട് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ നമ്മളിത് ചിലപ്പോൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മോശം പ്രശ്നങ്ങൾ അപകടകരമായിട്ട് എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്ഥിതി വളരെയധികം വഷളാവാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പേഷ്യന്റിനെ എന്ത് ചെയ്യണം? നമ്മള് സ്റ്റെബിലൈസ് ചെയ്യണം അല്ലെ. അവരൊന്ന് സ്റ്റേബിൾ ആക്കി അവരത് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. The patient should be properly revived and balanced to the maximum extent possible without wasting undue time. അതിന് സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ എത്രത്തോളം നമുക്ക് അവരെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവരെ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഈ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നോക്കാം. ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രിപ്പറേഷൻ, അതിന് നടത്തുന്ന തയ്യാറെടുപ്പിന് 4 കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് പേഷ്യൻസ് ABCD. ഏതൊക്കെയാണ്? ABCD 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് A ഫോർ എയർവേ. A ഫോർ എന്താണ്? എയർവേ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ABCD 4 കാര്യങ്ങളാണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? A റെപ്രസെന്റ് ചെയ്തത് എയർവേ ആണ് കേട്ടോ. അതായത് ശ്വാസനാള സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്. B എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്, അതെയല്ലേ? ശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യം. B ബ്രീത്തിങ്. C എന്താണ്? സർക്കുലേഷൻ. C എന്താണ്? സർക്കുലേഷൻ. ആൻഡ് D എന്താണ്? ഡിസേബിലിറ്റി. ഓക്കെ, അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ABCD. A ഫോർ എയർവേ ആണ്, B ഫോർ ബ്രീത്തിങ് ആണ്, C ഫോർ സർക്കുലേഷൻ ആൻഡ് D ഫോർ ഡിസേബിലിറ്റി. ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെബിലൈസ് ചെയ്യണം കേട്ടോ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത്. That should be examined. പറഞ്ഞു കേട്ടല്ലോ. ഈ 4 കാര്യങ്ങൾ അവിടെ നമ്മൾ എക്സാമിൻ ചെയ്യണം, പരിശോധിക്കണം. ആൻഡ് any connected curable problems should be rectified. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസുകളോ ഇഷ്യൂസുകളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ
വെരിഫൈ ചെയ്യണം അല്ലെ, സോൾവ് ചെയ്യണം. ഓക്കെ, ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് the use of the pre-transfer checklist helpful. അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യും അല്ലെ. ആ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് എയർവേ, രണ്ട് ബ്രീത്തിങ്, സി സർക്കുലേഷൻ, ആൻഡ് ഡി എന്ന് പറയുന്നത് ഡിസേബിലിറ്റി. ഈ 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഈ 4 കാര്യങ്ങളിൽ കുറെ മെഡിക്കൽ സംബന്ധമായിട്ട് കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകും കേട്ടോ. അതിനകത്ത് നമുക്ക് ഒരെണ്ണം പറയും. ഫസ്റ്റ് ഒരെണ്ണം പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തത് എന്താണ്? എയർവേ ആണ്. ഒന്നാമത്തത് എയർവേ ആണ് കേട്ടോ. എയർവേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മുടെ ശ്വാസനാളമാണ് അല്ലെ. പ്രത്യേകിച്ച് ചില രോഗികൾക്ക് ശ്വാസ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള രോഗികളെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ എയർവേ അടഞ്ഞു പോവാൻ, ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ നമ്മൾ വളരെ സെക്യൂർ ചെയ്തതിനു ശേഷം മാത്രമേ അങ്ങനെയുള്ള രോഗികളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കാണുള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം, the patients with the possibility of airway compromise in the course of transfer should be electively intubated with an endotracheal tube with a cuff which should be fixed properly after verifying its exact position. അപ്പൊ എന്ത് വേണം? അതായത് എയർവേ പ്രോബ്ലംസ്, ശ്വാസ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ എയർവേ ബ്ലോക്കുകള് ഒക്കെ വരാൻ ചാൻസ് ഉള്ള രോഗികളുണ്ടാവും അല്ലെ. അപ്പൊ അത്തരം രോഗികളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇലക്റ്റീവ്ലി ഇൻക്യുബേറ്റഡ്. ഇൻക്യുബേഷൻ എന്നാണ് നമ്മള് ക്വാളിറ്റി അഷ്വറൻസിന് പഠിച്ചിട്ടുണ്ട്. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസർട്ടിങ് എ ട്യൂബ് അല്ലെ, ഇൻസർട്ടിങ് എ ട്യൂബ് ഇൻടു ദ പേഷ്യന്റ്സ് എയർവേ. ഇതിനു വേണ്ടിയിട്ടാണ് ടു എൻഷുവർ ദേ ക്യാൻ ബ്രീത്ത് സേഫ്ലി അല്ലെ. അവർക്ക് വളരെ സേഫ് ആയിട്ട് ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ എയർവേയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വിടുന്ന ട്യൂബ്, അതിൽ ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Is the process of inserting a tube into a patient airway. ഇതിനു വേണ്ടിയിട്ടാണ് to ensure that they can breathe safely അല്ലെ, വളരെ സേഫ് ആയിട്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെ. അതിനു വേണ്ടിയിട്ട് അവരുടെ എയർവേയിലോട്ട്, അവരുടെ ശ്വാസനാളത്തിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന, ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻറ്റുബേറ്റഡ് വിത്ത് എന്ത് വെച്ച് ഇൻറ്റുബേറ്റ് ചെയ്യണം? നമ്മള് എൻഡോട്രക്കിയൽ ട്യൂബ് ആണ് കേട്ടോ. എൻഡോട്രക്കിയൽ ട്യൂബ് അതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? മെഡിക്കൽ ടെർമിനോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എൻഡോട്രക്കിയൽ ട്യൂബ് നമ്മുടെ ട്രക്കിയ, നമ്മുടെ ശ്വാസനാളം, ബിഞ്ചു പൈപ്പ്, അതിനകത്തേക്ക് കടത്തിവിടുന്ന ഒരു ട്യൂബാണ് കേട്ടോ എൻഡോട്രക്കിയൽ ട്യൂബ്. ആ ട്യൂബ് നമ്മൾ കടത്തിവിടുന്നു കേട്ടോ. അത് വെറുതെ കടത്തിവിട്ടാൽ പോരാ, with a cuff which should be fixed properly after verifying its exact position. ആ ട്യൂബ് എന്ന് പറയുന്നത് it should be verified. It should be verified to ensure the safety. Okay, ആ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വെരിഫൈ ചെയ്തിരിക്കണം കേട്ടോ. കൃത്യമായിട്ട് അത് സെക്യൂർഡ് ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ട്യൂബ് ഇറക്കുന്ന ആ പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷൻ, ആ റൈറ്റ് പൊസിഷൻ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് തന്നെയാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അത്രയേ ഉള്ളൂ. ഇൻറ്റുബേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ട്യൂബ് നമ്മൾ നമ്മുടെ ശ്വാസനാളത്തിലോട്ട് കയറ്റി വിടുകയാണ്. എന്നുവെച്ചാൽ എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്താണ്? ചിലവരുടെ ശ്വാസനാളത്തിൽ അടഞ്ഞു പോകും. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ശ്വാസം കിട്ടാതെ ഇയാൾ മരണപ്പെടും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇതിന് വേണ്ടിയിട്ട് അയാളുടെ എയർവേ എപ്പോഴും എന്താണ്? ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്യൂബ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഇതിന് നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ് എന്നാണ് പറയാം കേട്ടോ. ആ ഒരു ട്യൂബ് ഇറക്കിക്കൊണ്ട് നമ്മുടെ എയർവേ എപ്പോഴും സെക്യൂർ ആക്കി വെക്കുക, ഓപ്പൺ ആക്കി വെക്കുക കേട്ടോ. ആ ഒരു പ്രോസസ്സാണ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് പൊസിഷനിലേക്ക് തന്നെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. കറക്റ്റ് പൊസിഷനിലേക്ക് വേണം നമ്മളത്, റൈറ്റ് പൊസിഷനിൽ വേണം ഇറക്കി വിടാനായിട്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനിയോ അതൊരു കാര്യം, ഒന്നാമത്തെ കാര്യം അതാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, സം പേഷ്യൻസ് need a properly placed nasogastric tube in order to prevent aspiration of gastric condenser during the transfer. രണ്ടാമത്തെ കാര്യം, ചില പേഷ്യൻസിന്
നമുക്ക് എന്ത് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നറിയോ? നാസോ ഗാസ്ട്രിക് ട്യൂബ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നാസോ എന്ന് പറഞ്ഞ നോസ് ആണ് അല്ലെ, ഗാസ്ട്രിക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നാസോ ഗാസ്ട്രിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ട്യൂബ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ത്രൂ ദ നോസ് ഇൻടു ദ സ്റ്റൊമക്ക്. നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ സ്റ്റൊമക്കിലോട്ട് കയറ്റി വിടുന്ന ഒരു ട്യൂബ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാസോ ഗാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ചില പേഷ്യന്റ് നമുക്ക് ഇത്തരത്തിലുള്ള നാസോ ഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് മൂക്കിലൂടെ ട്യൂബ് കയറ്റിയിട്ട് നമ്മൾ സ്റ്റൊമക്കിലോട്ട് കയറ്റി വിടുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അറിയോ? ടു പ്രിവെന്റ് ദ ആസ്പിറേഷൻ ഓഫ് ഗാസ്ട്രിക് കണ്ടന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ. ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഇൻഹേലേഷൻ ഓഫ് ദ സ്റ്റൊമക്ക് കണ്ടൻസ് ഇൻടു ദ ലങ്സ് ആണ് കേട്ടോ. എന്താണ് ഇൻഹേലേഷൻ ഓഫ് ദ സ്റ്റൊമക്ക് കണ്ടൻസ് ഇൻടു ദ ലങ്സ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നേരെ പോകുന്നത് എങ്ങോട്ടാ? നമ്മുടെ സ്റ്റൊമക്കിലോട്ടാണ് അല്ലെ, നമ്മുടെ ആമാശയത്തിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എത്തും. അപ്പോ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലപ്പോ നമ്മുടെ ലങ്സിലോട്ട്, നമ്മുടെ ശ്വാസകോശത്തിലോട്ട് കയറി പോവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അല്ല, നമ്മളിങ്ങനെ ക്രിട്ടിക്കലി ഉള്ള പേഷ്യൻസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇവരുടെ സ്റ്റൊമക്കിലുള്ള കണ്ടന്റ്, ചിലപ്പോൾ അത് ഭക്ഷണ പദാർത്ഥങ്ങളാവാം, പിന്നെ സ്റ്റൊമക്കിൽ തന്നെ ധാരാളം എൻസൈംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മുടെ ലങ്സിലോട്ട്, ലങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലങ്സിലോട്ടൊക്കെ കയറി പോയി കഴിഞ്ഞാൽ അപ്പൊ ബ്ലോക്ക് വരും. ബ്ലോക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? എയർവേ ക്ലോസ്ഡ് ആവും. എയർവേ ക്ലോസ്ഡ് ആയാൽ എന്ത് സംഭവിക്കും? രോഗി മരണപ്പെടും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ആസ്പിരേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആസ്പിരേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ മുക്കിലൂടെ ട്യൂബ് ഇറക്കി വിടും. ഈ ട്യൂബ് നേരെ പോകുന്നത് നമ്മുടെ സ്റ്റൊമക്കിലുണ്ട്. ഈ ട്യൂബ് അതിലേക്ക് കയറ്റി വിടുമ്പോൾ എന്ത് സംഭവിക്കില്ല? ആസ്പിരേഷൻ സംഭവിക്കില്ല. ചില കണ്ടന്റുകൾ ഒരു കാരണവശാലും ലങ്സിലോട്ട് കയറി പോകില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആസ്പിരേഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില നാസോ ഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തത് അതൊരു കാര്യം. ഇനി മൂന്നാമതൊരു കാര്യം എന്താണെന്നറിയോ? ദ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ദാറ്റ് മേ ബി നീഡഡ് ഇൻ സം ട്രോമ പേഷ്യന്റ്. ട്രോമ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. സെർവിക്കൽ സ്പൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ നെക്ക് സെർവിക്കൽ സ്പൈൻ ആണ് പറയുന്നത്. നമ്മുടെ നെക്ക് ഏരിയ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് സെർവിക്കൽ സ്പൈൻ ഉണ്ടല്ലോ, അത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത്തരം രോഗികളെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇഞ്ചുറി, ട്രോമ എന്ന് വെച്ചാൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിൽ നട്ടലിന് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചാൽ നമ്മൾ അതിനെ ഇളക്കാനും അനക്കാനും ഒന്നും പാടില്ല. അവരിങ്ങനെ ശരിക്കും നേരെ തന്നെ അവരിങ്ങനെ അധികം ഇളക്കം തട്ടാത്ത രീതിയിൽ വേണം അവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതാണ് സെർവിക്കൽ സ്പൈൻ എന്ന് പറയുന്നത്. സെർവിക്കൽ സ്പൈൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അവിടെ നമ്മൾ എപ്പോഴും സ്റ്റേബിൾ ആക്കി വെച്ചിട്ട് അവിടെ വലിയ അനക്കം വരാത്ത രീതിയിൽ വേണം ഈ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അനക്കം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇഞ്ചുറി വരും. പ്രത്യേകിച്ച് നമ്മുടെ സ്പൈനിന്റെ ഭാഗത്തൊക്കെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ജീവിതകാലം മുഴുവൻ അങ്ങനെ കിടന്നു വരും. പ്രത്യേകിച്ച് നമ്മുടെ സ്പൈൻ എന്ന് പറഞ്ഞ ഏരിയ അത്രയും പ്രശ്നമാണ്, ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അപ്പൊ സെർവിക്കൽ സ്പൈൻ എന്ന് പറഞ്ഞ നെക്ക് ഏരിയ ആണ് കേട്ടോ. ആ നെക്ക് ഏരിയയിൽ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം എന്നുവെച്ചാൽ അവിടെ അധികം അനക്കം വരാത്ത രീതിയിൽ വേണം നമ്മൾ പേഷ്യന്റിനെ എന്ത് ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ നമ്മൾ പറഞ്ഞത് എയർവേ മാനേജ്മെന്റ് ആണ്. അപ്പൊ എയർവേ മാനേജ്മെന്റിൽ 3 കാര്യങ്ങളാണ് അവർ നോക്കാനുള്ളത്. അപ്പൊ എന്താണ്? അതായത് ശ്വാസസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യണം അല്ലെ. എന്റെ ട്രക്കിയൽ ട്യൂബ് ഉപയോഗിച്ച് അവരെ ഇൻറ്റുബേറ്റ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ചില പേഷ്യൻസിന് നമുക്ക് നാസോ ഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് വിടേണ്ടതായിട്ട് വരും. ഇതിന് വേണ്ടിയിട്ടാണ് നാസോ ഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ആസ്പിരേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. അതിങ്ങനെയുള്ള പേഷ്യൻസിനാ ട്രോമ പേഷ്യന്റ്. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ? ഇഞ്ചുവേർഡ് ആയിട്ടുള്ള പേഷ്യന്റ്, ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, അങ്ങനെയുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ അവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. റോഡിലൊക്കെ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാല് ഓടിപ്പോയവര് മാറി എടുക്കുകയില്ല ചെയ്യുന്നത്. ഭയങ്കര സേഫ് ആയിട്ട് വേണം. അവരുടെ സ്പൈനൊക്കെ ആകെ ഇഞ്ചുവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അധികം അടക്കം പറ്റാത്ത രീതിയിൽ വേണം അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ നഷ്ടമാണ്. ഓക്കെ, ഇത്രയും വരെ ഇരിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ ABCഡിലെ A മാത്രമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നമുക്ക് BCയും Bയും ഒക്കെ പറയാനായിട്ട് ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ബോറടിച്ചിരുന്നോ ക്ലാസ്? ബോറടിക്കയോ? 1.5 മണിക്കൂർ കണ്ടിന്യൂസ് കേട്ടിട്ട് ചിലപ്പോ ബോറടിക്കും. അപ്പൊ നമുക്ക് അടുത്ത ഒരു 3 ക്ലാസ്സിനുള്ളിൽ നമുക്ക് പോർഷൻ തീർക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇത് നല്ല ചാപ്റ്റർ ആണ്. അതെ, ചാപ്റ്റർ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, താങ്ക് യു.